ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കോൺഗ്രസിന് ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുള്ള നടപടികൾ പര്യാപ്തമാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വളരെ കൃത്യമായി ഇടപെട്ട് തിരുത്തുന്നുണ്ട്, അത് ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ നോക്കൂ, ഈ വിഷയത്തെ നമ്മൾ ഇച്ചിരി ഗൗരവത്തോടു കൂടി കാണേണ്ട വിഷയമാണ്. ഇവിടെ താങ്കൾ പറഞ്ഞതല്ല, ഇവിടെ മിസ്റ്റർ ജയചന്ദ്രൻ പറഞ്ഞത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കണമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ എന്നാണ്. ജയചന്ദ്രൻ അതിനകത്തൊരു തിരുത്തുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കും എന്ന് ഞങ്ങൾ കരുതരുത്, മറിച്ച് BJP നേതൃത്വം എന്താഗ്രഹിക്കുന്നോ ആ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനമെടുക്കും എന്ന് വേണം നമ്മൾ കരുതാൻ എന്നാണ് താങ്കൾ തിരുത്തി പറയേണ്ടത്. കാരണം ഇവിടെ നോക്കൂ, ഇവിടെ കോൺഗ്രസിനെതിരെയും കേസെടുത്തിട്ടുണ്ട്, കോൺഗ്രസിനെതിരെയും പരാതി പോയിട്ടുണ്ട്. കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെയൊക്കെ പോയിട്ടുള്ള പരാതികൾ, ആ പരാതിയിലെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം പ്രധാനമന്ത്രി അദ്ദേഹം എത്രമാത്രം വിദ്വേഷകരമായ പ്രസംഗങ്ങളാണ് രാജ്യത്തുടനീളം കാഴ്ചവെച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലൊരു പ്രസംഗ ശൈലിയിലേക്ക് അദ്ദേഹം മാറുമ്പോൾ അതിനെതിരെ തുടർച്ചയായ പരാതികൾ സമൂഹത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. ഈ രാജ്യത്ത് വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയിൽ നിന്നും അത് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലുള്ള എല്ലാ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ഉണ്ടായിട്ടും അതിനെതിരെ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തുനിയുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് സുമോട്ടോ കോടതിക്ക് കേസെടുക്കാവുന്നതാണ്, കോടതിയും ഇത് കാഴ്ചക്കാരായി നിൽക്കുന്നു. എന്താണ് ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം? ഇവിടെ നമ്മൾ ഈ അടുത്ത സമയത്താണ് ഇലക്ഷൻ കമ്മീഷനെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദപരമായ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ടായത്. സുപ്രീം കോടതിയുടെ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി. ആ നിയമനിർമ്മാണത്തിലൂടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ടീം തന്നെയാണ് പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നവരാണ് ഇലക്ഷൻ കമ്മീഷനായി വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ രാജ്യത്തിന് ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം നിയമനിർമ്മാണം നടത്തിയ പാർട്ടിയുടെ പേരാണ് BJP. അപ്പോൾ അത്തരത്തിൽ ദേശീയ തലത്തിൽ നിയമനിർമ്മാണം നടത്തി കോടതിയുടെ ഇടപെടലുകൾ ഉൾപ്പെടെ മാറ്റി നിർത്തിക്കൊണ്ട് ഭരണകക്ഷിക്ക് ഭൂരിപക്ഷം വരത്തക്ക രീതിയിലുള്ള, ഇപ്പോൾ പറഞ്ഞല്ലോ സ്വയംഭരണ അവകാശമുള്ള സ്ഥാപനമാണെന്നൊക്കെ, അവിടെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഭരണകക്ഷി വിചാരിക്കുന്നവരെ മാത്രം ഇലക്ഷൻ കമ്മീഷനിലേക്ക് എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. എന്ന് വച്ചാൽ ഇവിടെ ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ശ്രീ നരേന്ദ്രമോദി ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ശ്രീ നരേന്ദ്രമോദിയാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ അദ്ദേഹത്തോട് വിശദീകരണം ചോദിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിനൊരു നിർദ്ദേശം പോലും നൽകാൻ മടിക്കുന്നത്? അപ്പോൾ അവിടെയാണ് പ്രശ്നം, അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഇവിടെ ആരായി മാറി എന്നതിൻ്റെ അത് ജനാധിപത്യത്തിൽ, ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ല ഇത്തരത്തിലുള്ള ഇലക്ഷൻ കമ്മീഷനുകളെ രാഷ്ട്രീയ പാർട്ടികൾ നിയന്ത്രിക്കുന്നത് എന്ന കാര്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകർ ആദ്യം വിലയിരുത്തണം. ഒന്ന്. രണ്ടാമത്തേത്, ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി BJPയിൽ നിന്നൊരു പരാതി കിട്ടുന്നു, ആ പരാതിയും ഇതും തത്തുല്യമാക്കി എടുക്കുന്നു. ശ്രീ രാഹുൽ ഗാന്ധിയുടെ പരാമർശം, അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം എന്ന രീതിയിലേക്ക് BJP മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയമായ ഞങ്ങളുടെ അജണ്ടയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് BJP ശ്രമിക്കുന്നതിനാണ് എന്നുള്ളത് ഞങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യമാണ്. അതിൻ്റെ പേരിലൊരു പരാതി, അതിൻ്റെ പേരിൽ പരാതി പറഞ്ഞിട്ട് ഇത്രയും ഹേറ്റ് സ്പീച്ച് നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രിയെ അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയും കമ്പയർ ചെയ്യുന്നു. അവരെ രണ്ടുപേരെയും തുല്യരായി കണക്കാക്കിയിട്ട് എന്താ ഇപ്പോൾ ഏറ്റവും അവസാനം എന്നാൽ ഏപ്രിൽ 21-ാം തീയതിയാണ് രാജസ്ഥാനിൽ ശ്രീ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗം നടത്തിയതിന് ശേഷം ഇത്രയും കാലം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ മെയ് മാസം 21-ാം തീയതി, ഏകദേശം ഒരു മാസം കഴിഞ്ഞ് മെയ് മാസം 22-ാം തീയതി, ഒരു മാസം കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇത്രയും ലാഘവത്തോടുകൂടി അത്തരത്തിലൊരു പരാതി, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഹേറ്റ് സ്പീച്ചിനെ സംബന്ധിച്ച്, വർഗീയ വിഷം വമിപ്പിക്കുന്ന സ്പീച്ചുകളെ സംബന്ധിച്ച് ഒരു നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു മാസം എടുത്തു എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാഴ്ചയാണ് ഒന്ന്. അപ്പോൾ ആ രീതിയിൽ നോക്കൂ, നമ്മൾ TN ശേഷനെ പോലെയുള്ളയാൾ ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷനായിരുന്ന രാജ്യമാണ് ഇന്ത്യ. അന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ പവർ എന്താണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുള്ള ആളാണ് ശ്രീ TN ശേഷൻ. അപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഇന്ത്യയുടെ ജനാധിപത്യത്തോട് ഉത്തരവാദിത്വമുണ്ട്, ഭരണഘടനയോട് ഉത്തരവാദിത്വമുണ്ട്. ഇലക്ഷൻ പ്രോസസ്സ് ട്രാൻസ്പെറൻ്റായി നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത അവർക്കുണ്ട്. അതിന് സത്വരമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. അതിനെ സംബന്ധിച്ച് നടപടികൾ എടുക്കുന്നതിന് പകരം നോക്കൂ, പ്രതിപക്ഷത്തെ ഇല്ലാത്ത പരാതികൾ എഴുതി വാങ്ങി പ്രതിപക്ഷത്തിൽ നിന്നുള്ള നേതാക്കന്മാരെയും അതുപോലെ ഇത്രയും മ്ലേച്ഛമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള പ്രധാനമന്ത്രി, ഞാൻ എൻ്റെ അടുത്ത ഊഴത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. പക്ഷേ ആ രീതിയിൽ ഇലക്ഷൻ കമ്മീഷനെ
രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യേകിച്ച് ഭരണകക്ഷിയുടെ ചട്ടുകമാക്കി മാറ്റി. ഒന്ന്, അവരുടെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി പ്രധാനമന്ത്രിയാകുന്നു. അതുകൊണ്ട് തന്നെ അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് എതിരായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുവാൻ ഇലക്ഷൻ കമ്മീഷൻ മുട്ടിരിക്കുന്നു. അവിടെ ഇത്തരത്തിൽ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ ബഹുസ്വരത നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറപ്പെടുവിക്കുവാൻ അവസരം നൽകുക കൂടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ഇലക്ഷൻ കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ശരി, രൂക്ഷമായ വിമർശനമാണത്.